ഇന്ന് വൈകുന്നേരം 6 മണിക്ക് മഴ പെയ്യാനുള്ള സാധ്യത 95% ആണ് എന്ന് AI പറയുന്നില്ലേ? അതൊരു അൽഗോരിതല്ലേ? ഈ അൽഗോരിതം മനുഷ്യന് ഉപയോഗിച്ചൂടെ? ഈ അൽഗോരിതം മനുഷ്യന് ഉപയോഗിച്ചതാണ് ജ്യോതിഷശാസ്ത്രം. കണക്ക് ഉപയോഗിച്ച് ഏറ്റവും കയ്യിൽ നിൽക്കില്ല എന്ന് തോന്നിയ ഒരു അനുഭവം പറയാൻ പറ്റും. നാട്ടിൻപുറത്തെ ഇടവഴികളിൽ പൂത്തു നിൽക്കുന്ന പാലയ്ക്ക് മുകളിൽ ഇരകളെ കാത്തിരിക്കുന്ന യക്ഷികൾ. ഒരുപാട് കേട്ടുമറന്ന വാചകങ്ങളാണ്. യക്ഷികളൊക്കെ ഉണ്ടോ? യക്ഷിയുണ്ട്. കാരണം നമുക്ക് അറിയില്ല ഈ പുതിയ യക്ഷികൾ മുടി നീട്ടിയിട്ട് തന്നെയാണോ, ഒരു സൗകര്യത്തിന് മുടി പോപ്പ് ചെയ്തിട്ടുണ്ടോ, പിന്നെ ആധുനികമായ സംവിധാനത്തിലേക്ക് അവരെ ഡ്രസ്സ് മാറിയിട്ടുണ്ടോ നമുക്ക് അറിയില്ല. കാരണം സർപ്പശാപം എന്ന് പറയുന്ന ഒരു സാധനം, സർപ്പശാപം കൊണ്ട് കുടുംബത്തിൽ കുട്ടികളുണ്ടാവില്ല. ഇങ്ങനെ പോകുന്ന വസ്തുക്കളെയൊക്കെ സർപ്പം എന്നാണ് വിളിക്കുക. സർപ്പബലിയിലെ 1ാമത്തെ മന്ത്രം നമോ അസ്തു സർപ്പേഭ്യോ ഏകേച്ച പൃഥിവീമനു ഏ അന്തരീക്ഷ ദിവിദേവ്യ സർപ്പേഭ്യോ നമ എന്നാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിവില്ലാത്തത്. അപ്പോൾ എങ്ങനെയാണ് ഈ ജ്യോതിശാസ്ത്രമൊക്കെ വെച്ചിട്ട് ഭാവി പ്രവചിക്കാൻ കഴിയുക? ജ്യോതിശാസ്ത്രത്തിൽ ഭാവി പറയുന്നത് ഭാരതത്തിൻ്റെ കൺസെപ്റ്റ് അല്ല. അത് പിന്നീട് നമ്മൾ ഭാരതത്തിൽ ആസ്ട്രോണമി ആണ് ഉണ്ടായിരുന്നത്. ആസ്ട്രോണമി എന്ന് പറഞ്ഞാൽ പിന്നെ ജ്യോതിഷശാസ്ത്രത്തെക്കുറിച്ചൊക്കെ ഉള്ള സമയത്തെയും സ്ഥലത്തെയും കുറിച്ചുള്ള കാലഗണനയൊക്കെയാണ്. അത് വളരെ പിന്നീടാണ് ഈ ഫലപ്രവചനമൊക്കെ ജ്യോതിഷത്തിലേക്ക് വന്നു ചേർന്നത്. പക്ഷെ അതും മനുഷ്യൻ്റെ കാൽക്കുലേഷനാണ്. കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇന്ന് AI എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നത്? അൽഗോരിതമാണ്. AI സംബന്ധിച്ച് AIക്ക് കൊടുക്കുന്ന എല്ലാ കാൽക്കുലേഷനും കൂടി പ്രത്യേക അൽഗോരിതത്തിൽ കൊണ്ടുവന്നിട്ടാണ് നാളെ മഴ പെയ്യാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് AI പറയുന്നത്. അപ്പോൾ AI നാളെ മഴ പെയ്യോ ഇല്ലയോ എന്നുള്ളത് കഴിഞ്ഞ ഒരു വർഷത്തെ ഒരു മാസത്തെ ഒരുപാട് കാലത്തെ ഇങ്ങനെയൊക്കെ അന്തരീക്ഷം വന്നാൽ അങ്ങനെയൊക്കെ മഴ പെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം 6 മണിക്ക് മഴ പെയ്യാനുള്ള സാധ്യത 95% ആണ് എന്ന് AI പറയുന്നില്ലേ? അതൊരു അൽഗോരിതല്ലേ? ഈ അൽഗോരിതം മനുഷ്യന് ഉപയോഗിച്ചൂടെ? ഈ അൽഗോരിതം മനുഷ്യന് ഉപയോഗിച്ചതാണ് ജ്യോതിഷശാസ്ത്രം. കണക്ക് ഉപയോഗിച്ച്, മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് ഈ കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അൽഗോരിതമാണ് മുഴമറക്കുന്നത്, മാത്തമാറ്റിക്സ് ആണ്. അതുകൊണ്ട് ആ പ്രപഞ്ചത്തിന്റെ പിന്നിൽ കേവലം ഒരു ഊഹാപോഹമൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് കൃത്യമായി കാൽക്കുലേഷൻ അറിയുന്ന ജ്യോത്സ്യർ പറയുന്നത് കറക്റ്റ് ആയിരിക്കും. കാരണം ലോകത്ത് മുഴുവൻ ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ പഠിച്ചാൽ എന്തും പറയാൻ പറ്റും. ആ പാറ്റേണിന്റെ പേരാണ് ഭാരതത്തിൽ ഇതെന്ന്. ഒരു പക്ഷെ ഇന്ന് AI എടുക്കുന്ന പണി പണ്ട് ഇവിടെ ജ്യോത്സ്യന്മാർ എടുത്തിരുന്നു മാത്രം. അതിന് അതിൻ്റെതായ രീതിയിൽ ചില കാൽക്കുലേഷൻസ് ഉണ്ടായിരുന്നു മാത്രം. അങ്ങയുടെ ജീവിതത്തിൽ ഒരുപാട് പേര് കുറേ പ്രശ്നങ്ങളുമായിട്ട് അങ്ങയുടെ മുന്നിൽ വന്നിട്ടുണ്ടാവും. കാരണം അങ്ങ് കൈകാര്യം ചെയ്യുന്ന മേഖലകൾ പലതാണ്. ഇതിനെല്ലാത്തിനും കൂടെ ഒരു സമ്മിശ്ര രൂപമാണ് ഒരാൾക്ക് അങ്ങ് കൊടുക്കുക. അതിൽ ഏത് ഉപയോഗിക്കണം എന്നുള്ളത് അങ്ങാണ് തീരുമാനം. താന്ത്രിക് വിദ്യകൾ ഉപയോഗിക്കണോ, സൈക്കോളജി പരമായി അതിനെ ഡീൽ ചെയ്യണോ, അല്ലെങ്കിൽ എന്താ മെഡിറ്റേഷൻ വേണോ, എന്ത് വേണമെന്ന് അങ്ങാണ് തീരുമാനിക്കുക. ഏറ്റവും കയ്യിൽ നിൽക്കില്ല എന്ന് തോന്നിയ ഒരു അനുഭവം പറയാൻ പറ്റും? അങ്ങനെ വ്യക്തികളുടെ പേരോ ഐഡന്റിറ്റി ഒന്നും അല്ല. അങ്ങനെ നമ്മളെടുത്ത ഒരാൾക്ക് ട്രസ്റ്റോട് കൂടി വന്നു വിചാരിക്കാം. ഇപ്പം നമ്മളെടുത്ത് ഞാൻ ഇടപെട്ടാൽ 100% ശരിയാവും, ഞാൻ പറയുന്നത് ചെയ്താൽ 100% റിസൾട്ട് ഉണ്ടാവും എന്നുള്ള ഉറപ്പോട് കൂടി ഒരാൾ വന്നു വിചാരിക്കാം. അയാൾക്ക് എൻ്റെ അടുത്ത് ട്രസ്റ്റ് ഉണ്ട്. ഞാനും അതിനെ റേപ്പോ എന്നാണ് സൈക്കോളജിയിൽ പറയാം. റേപ്പോ ശക്തമാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സാധനം അയാൾ ചെയ്താൽ അയാൾക്ക് റിസൾട്ട് ഉണ്ടാവും. ഇനി അയാൾ എൻ്റെ അടുത്ത് റേപ്പോ ഇല്ലാതാണ് വരുന്നത്, എൻ്റെ അടുത്ത് ഒരു റേപ്പോ ഇല്ല, അയാൾ എന്നെ പരീക്ഷിക്കാൻ വരികയാണ്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് എൻ്റെ എല്ലാ ആശയത്തോടും വിരുദ്ധമായ അഭിപ്രായമുള്ള ഒരാളാണ്, അയാളോട് ഞാൻ പറയുന്നത് ചിലപ്പോൾ അയാൾ മനസ്സുകൊണ്ട് സ്വീകരിക്കണമെന്നില്ല, അയാൾക്ക് റിസൾട്ട് ഉണ്ടാവണമെന്നില്ല. ഇവിടെയൊക്കെ ട്രസ്റ്റ്, ഡോക്ടറിൽ വിശ്വാസം വേണമെന്ന് പറയുന്ന പോലെ റേപ്പോ എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇപ്പം ഞാൻ എൻ്റെ മുമ്പിൽ ആരാണ് ഇപ്പോൾ ഒരാൾ സൈക്കോളജിക്കാണ് ഒരാൾ വരുന്നത്, ഞാൻ അയാളോട് സൈക്കോളജി പരമായിട്ട് അതിൻ്റെ തെറാപ്പി എന്താണോ, അതിൻ്റെ സിസ്റ്റം എന്താണോ അതാണ് പറഞ്ഞു കൊടുക്കാറ്. നേരെ മറിച്ച് നാളെ ഒരാൾ പിന്നെ തന്ത്രത്തെക്കുറിച്ച് പഠിക്കാനാണ് വരുന്നത്, അപ്പം ഞാൻ അയാളോട് തന്ത്രത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, അല്ലാണ്ട് ഈ തന്ത്രമല്ല നിങ്ങൾക്ക് സൈക്കോളജിയാണ് വേണ്ടത് എന്ന് ഞാൻ പറയാറില്ല. അപ്പം എനിക്ക് താല്പര്യമുള്ളതുകൊണ്ടാണ് ഞാൻ എല്ലാ മേഖലയും പഠിച്ചത്. ഞാൻ പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ എല്ലാ സബ്ജക്റ്റും തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആണ്. കാരണം അനാദി കാലത്ത് സൈക്കോളജിന്റെ ടേംസും സംവിധാനമൊന്നും ഡെവലപ്ഡ് ആവുന്നതിന് മുമ്പ് ഇവിടെ അതിന് വേറെ ചില പേരുകൾ ഉപയോഗിച്ചിരുന്നു. അത് എല്ലാ മനുഷ്യന്റെ മനസ്സുണ്ടായ കാലം മുതൽ മനസ്സിനെ കുറിച്ചുള്ള പഠനവും അതിനുള്ള സൊല്യൂഷനും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നാട്ടിൻപുറത്തെ ഇടവഴികളിൽ പൂത്തു നിൽക്കുന്ന പാലയ്ക്ക് മുകളിൽ ഇരകളെ കാത്തിരിക്കുന്ന യക്ഷികൾ. ഒരുപാട് കേട്ടുമറന്ന വാചകങ്ങളാണ്. യക്ഷികളൊക്കെ ഉണ്ടോ? യക്ഷിയുണ്ട്. യക്ഷി എന്ന് പറഞ്ഞാൽ യക്ഷൻ്റെ വൈഫാണ് യക്ഷി. ഇന്ദ്രൻ്റെ വൈഫ് ഇന്ദ്രാണി എന്നൊക്കെ പറയുന്നത് പോലെ യക്ഷൻ്റെ വൈഫാണ് തന്ത്രത്തിൽ യക്ഷി എന്ന് പറയുന്നത്. ഈ കാൽപ്പനിക കഥകളൊക്കെ അത് കുറേയൊക്കെ സാഹിത്യത്തിൽ പൊതിഞ്ഞ
കുറേ മിത്തുകളാണ്, രസകരമായ മിത്തുകളാണ്. എനിക്ക് ആ മിത്തിനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് മനുഷ്യനെ ഭയപ്പെടുത്താനല്ല, അത് ഒരിക്കലും നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു സാധനവും ഒന്നുമല്ല. ഇവിടെ പ്രേതം, തന്ത്രത്തെ സംബന്ധിച്ച് ഭൂതം പ്രേതം എന്ന് പറയുന്ന 2 സാധനങ്ങളുണ്ട്. ഭൂതം എന്ന് പറഞ്ഞാൽ ഭവിച്ചതിനെ ഭൂതം എന്നാണ് പറയുക. പഞ്ചഭൂതം, പ്രകർഷണ പഞ്ചീകരണം സംഭവിച്ചൊക്കെ ഭൂതമാണ്. പ്രേതം എന്ന് പറഞ്ഞാൽ ഇല്ലാതായത്. അപ്പം ഉണ്ടായതൊക്കെ ഭൂതവും ഇല്ലേ. നമ്മൾ ഭൂതം എന്ന് പറയുമ്പോൾ നമുക്ക് പട്ടണത്തിൽ ഭൂതം എന്ന് പറഞ്ഞാൽ സിനിമയിലെ മമ്മൂട്ടിന്റെ കൊമ്പ് വെച്ച് രൂപം, അല്ലെങ്കിൽ ഈ പണ്ട് ഈ ടൂത്ത് പേസ്റ്റിന്റെ പരസ്യത്തിൽ പല്ലിന്റെ മുകളിൽ നിന്ന് കാണിക്കുന്ന കൊമ്പുള്ള ഒരു സാധനത്തിനാണ് നമ്മൾ ഭൂതം എന്ന് പറയുമ്പോൾ ആ ചിത്രമൊക്കെ നമ്മുടെ ഉള്ളിൽ ഭൂതമാണ് പറഞ്ഞത്. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ കുട്ടിക്കാലത്ത് നമ്മൾക്ക് കുട്ടികളെ പേടിപ്പിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞ കുറേ സാധനമുണ്ട്. അതായത് മോനെ വേഗം ചോറ് തിന്നോ, അല്ലെങ്കിൽ ഭൂതം വരും, അല്ലെങ്കിൽ ഓരോ നാട്ടിലെ ഓരോ പേരാണ്. നിക്കുക്കി പല പേരുണ്ടാവും. കടന്നുറങ്ങിയില്ലെങ്കിൽ ഭൂതം വരും എന്നൊക്കെ പറയും. ആ കുഞ്ഞ് മനസ്സിലേക്ക് ഈ ഭൂതം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അല്ലാണ്ട് കുട്ടീനോട് ഡിക്ഷണറി നോക്കി ഭൂതം എന്ന് പറഞ്ഞാൽ ഭവിച്ചത് അത് പഞ്ചഭൂതങ്ങളെ കുറിച്ചാണ് എന്നല്ലല്ലോ പറയുന്നത്. അവനെ സംബന്ധിച്ച് അവന്റെ സങ്കല്പത്തിലെ ഏറ്റവും വൃത്തികെട്ട രൂപം അതാണ് അവന്റെ ഭൂതം. ആ സാധനം സബ് കോൺഷ്യസ് കിടക്കുക. അവൻ എപ്പോഴെങ്കിലും രാത്രി ഒറ്റപ്പെടുന്ന സമയത്ത് അവന്റെ സബ് കോൺഷ്യസിൽ ആ രൂപം പൊന്തി വരും. അവന്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്ത രൂപമാണ് അവന്റെ ഉള്ളിൽ ഭൂതമായിട്ട് വരുന്നത്. കാരണം ഞാൻ കാണുന്ന ഭൂതവും നിങ്ങൾ കാണുന്ന ഭൂതം ഒരേ ഭൂതമല്ല. പിന്നെ കോമൺ ആയിട്ട് നമ്മൾ ഭൂതത്തെ കാണുന്നത് ഈ ടെക്സ്റ്റുകളിൽ വെള്ള സാരി ഉടുത്ത ശാസ്ത്രീയ സംഗീതം പാടുന്ന സുന്ദരിയായ യക്ഷിനിയാണ് നമ്മളൊക്കെ കോമൺ ആയിട്ട് സിനിമയിൽ കണ്ടെന്നുള്ളതുകൊണ്ട് അത് കാണാൻ സുന്ദരി അല്ലെങ്കിലും മരിച്ചിട്ട് പിന്നെ കലാകാരൻ എഴുതുമ്പോ അവള് സുന്ദരിയായിരിക്കും. മറ്റേ നിതംബത്തോളം നീളത്തിൽ മുടിയുണ്ടാവും, വെളുത്ത നിറവും ചുവന്ന ലിപ്സ്റ്റിക്കും, പിന്നെ 2 പല്ല് എക്സ്ട്രാ ഉണ്ടാവും. കാരണം നമുക്ക് അറിയില്ല ഈ പുതിയ യക്ഷികള് മുടി നീട്ടിയിട്ട് തന്നെയാണോ, ഒരു സൗകര്യത്തിന് മുടി പോപ്പ് ചെയ്തിട്ടുണ്ടോ, പിന്നെ ആധുനികമായ സംവിധാനത്തിലേക്ക് അവരെ ഡ്രസ്സ് മാറിയിട്ടുണ്ടോ നമുക്ക് അറിയില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് ചുരിദാറിട്ട യക്ഷി നമുക്ക് ഇപ്പോഴും അംഗീകരിക്കാൻ പറ്റില്ല. വെള്ള സാരി എടുത്ത ഒരിക്കലും പറ്റില്ല. അതെന്താ വെച്ചാൽ മനസ്സിനുണ്ടാക്കുന്ന വികല്പങ്ങളാണ്, മനസ്സുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. കാരണം അമേരിക്കയിലെ സായിപ്പ് യക്ഷിനെ കാണുന്നത് ചിലപ്പം ഈ സാരി ഉടുത്തിട്ട് മുടിയുള്ള യക്ഷിനെ ആയിരിക്കില്ല. അയാൾ കുറച്ചുകൂടി അവിടുത്തെ സ്റ്റൈലിൽ ഒരു ഇച്ചിരി വികൃത രൂപമായിരിക്കും, കുറച്ചുകൂടി അതെ എത്ര സൗന്ദര്യം ഉണ്ടാവില്ല, കുറച്ചുകൂടി വേറെ ആയിരിക്കും. ചൈനക്കാരൻ കാണുന്ന യക്ഷി ചൈനക്കാരന്റെ രൂപത്തിലായിരിക്കും, ജപ്പാൻകാരൻ കാണുന്ന യക്ഷി ജപ്പാൻകാരുടെ രൂപത്തിലായിരിക്കും. അതുകൊണ്ട് യക്ഷിക്ക് കോമൺ ആയിട്ട് ഒരു കോമൺ വസ്ത്രമോ അല്ലെങ്കിൽ ഫോർമാറ്റോ ഒന്നുമില്ല. നമ്മൾ സൃഷ്ടിക്കുന്നതാണ്, നമ്മൾ സൃഷ്ടിക്കുകയാണെന്നാണ് നമ്മളെ സങ്കല്പങ്ങൾ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ സങ്കല്പം. ഈ യക്ഷന്റെ ഭാര്യയായ യക്ഷി ഒരു കഥാപാത്രമാണ്. പൂത്തിടുന്ന ഒരു ബന്ധമില്ല. എന്തിനാണ് ഈ പാലയെ ഇത്ര ഡേഞ്ചർ ആക്കി കണ്ടുവച്ചോണ്ടിരിക്കുന്നത്? ഒരു പക്ഷേ അതൊക്കെ ഒരു കാൽപ്പനികളാണ്, ഒരു സാഹിത്യകാരന്റെ സ്വാതന്ത്ര്യമാണ്. പാലേന്റെ സ്മെല്ലൊക്കെ നമ്മൾക്ക്, ആ പാല പൂത്ത് നിൽക്കുന്ന സ്മെല്ലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മാസ്മരികത, ചിലപ്പോൾ അതിന് സാഹിത്യമായിട്ട് കാണാൻ എന്തൊരു ഭംഗിയാ. അങ്ങനെ കാണും ആ സാഹിത്യത്തിന്റെ ഭംഗി. ലോകം അങ്ങനെയല്ലേ, അതിനൊന്നും ഭീകരമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇതിലേക്ക് കൊണ്ടുവരണ്ടല്ലോ. നമ്മൾ അതിനൊക്കെ വായിക്കുമ്പോൾ നമ്മൾ എൻജോയ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണല്ലോ ഞാൻ ആ വാചകം അതേപടി ഞാൻ എവിടെയോ വായിച്ചൊരു വാചകം അതേപടി കോപ്പി അടിച്ചാണ് ഇവിടെ പറഞ്ഞത്. അതിനെ എൻജോയ്, അതിനെ ഭയമായിട്ട് കണ്ടില്ല. ഒരുപാട് കലാകാരന്മാർക്ക്, അതായത് സിനിമ എഴുതിയവരാവട്ടെ, നോവൽ എഴുതിയവരാവട്ടെ, കവിതകൾ എഴുതിയവരാവട്ടെ, ഇവർക്കൊക്കെ ഒരുപാട് കഥകൾ ഇങ്ങനെ ആളുകളിലേക്ക് ഇവർ എഴുതിയപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇതൊക്കെ എങ്ങനെയാണ് ആളുകളിലേക്ക് ബാധിക്കാൻ പോകുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോഴും ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് പേടിയാവും ചില സമയങ്ങളിൽ. ആ സമയത്തിൻ്റെതായിരിക്കും, കാലം എത്ര ഡെവലപ്ഡ് ആയി എന്ന് പറഞ്ഞാലും അതുണ്ടാവും. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഈ അടഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങൾ ചിലർ പറയും കാവിൻ്റെ ദോഷം കൊണ്ടാണ്. കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. ഞാൻ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ കുറച്ച് പേരുണ്ട്, എൻ്റെ അടുത്ത ആളുണ്ട്. ഞാൻ പറഞ്ഞ കഥ ഇവിടെ കണക്റ്റ് ആവും എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല ആരായിരുന്നു. അപ്പം അവർ പറയാണ്, ഒരു വീട് ക്ഷേത്രത്തിനടുത്ത് അടച്ചിട്ടിരിക്കുക. അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രം പൊളിച്ചു കളഞ്ഞിട്ടാണ് ആ വീട് നിർമ്മിച്ചത്. ആ കുടുംബത്തിൽ എല്ലാവർക്കും മാനസികമായ പ്രശ്നങ്ങളുണ്ടായി. പലരുടെയും വിവാഹം നടക്കുന്നില്ല. കൂടുതൽ പേർക്കും മാനസിക അസുഖമാണ്. ഈ ക്ഷേത്രങ്ങൾ പൊളിച്ചു കളഞ്ഞ് കെട്ടിടങ്ങൾ പണിതാൽ അങ്ങനെ സംഭവിക്കുമോ? സത്യത്തിൽ പലപ്പോഴും നമ്മളെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ദേവതകളൊക്കെ ഈ നമ്മളിപ്പോൾ നമ്മൾ പഠിച്ച ദേവത ഒരു കാവിൻ്റെ ജീവിക്കുന്ന ആളല്ല. അപ്പോൾ ആ കാവ് നശിച്ചു കഴിഞ്ഞാൽ ദേവത ആ കാവ് നശിപ്പിച്ച ആളോട് പ്രത്യേക പ്രതികാരം ചെയ്യുക, അവരെ കുടുംബത്തിൽ ജനിക്കാൻ പോകുന്ന ആൾക്കാരെ തകർത്ത് കളയുക, ഇങ്ങനെയൊന്നും ചെയ്യുന്ന സ്വഭാവം ദേവതകൾക്കില്ല. നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു എനർജികൾക്ക് പ്രതികാരമോ പകയോ വികാരങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളത്. പക്ഷേ ഇവിടെ ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ തെറ്റിച്ചാൽ നമുക്ക് അപകടം ഉണ്ടാവും അല്ലേ? അപ്പോൾ അതായത് ഒരു 1 വേ കൂടി എല്ലാവരും വണ്ടി പോകണം എന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയണത് ഞാൻ കാശ് കൊടുത്ത് വണ്ടിയാണ്,
ഞാൻ ലൈസൻസും ഉണ്ട്, എനിക്ക് ഇഷ്ടമുള്ള മാതിരി പോകും എന്ന് പറഞ്ഞ് വൺ വേ തെറ്റിച്ച് പോയാൽ എന്താ ഉണ്ടാവുക? ആക്സിഡന്റ് ഉണ്ടാവും. അത് റോഡ് നമ്മളെ ശിക്ഷിക്കുന്നതാണോ? നിയമം നമ്മളെ ശിക്ഷിക്കുന്നതാണോ? ആരും അല്ലല്ലോ. അപ്പം നിയമത്തിന് വിരുദ്ധമായി നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മൾക്ക് അതിൻ്റെ അപകടം ഉണ്ടാവും. ഇതുപോലെ കാവുകളൊക്കെ ഇവിടെ വളരെ മനോഹരമായ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ടായിരുന്നു. അപ്പം ആ സംവിധാനത്തൊക്കെ ഇപ്പം സർപ്പശാപം എന്ന് പറയുന്ന ഒരു സാധനം, അപ്പം സർപ്പശാപം കൊണ്ട് കുടുംബത്തിൽ കുട്ടികളുണ്ടാവില്ല, സർപ്പശാപം കൊണ്ട് രോഗങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഈ സാധനത്തെ പഠിക്കാൻ വേണ്ടി പോയപ്പോൾ സർപ്പം എന്താണെന്ന് പഠിച്ചപ്പം സരുധാതു എന്നാണ് സർപ്പം എന്നുള്ള വാക്കുണ്ടായത്. സരുധാതുവിന് സഞ്ചരിക്കുന്നത് എന്നാണ് അർത്ഥമുള്ളത്. എങ്ങനെ സഞ്ചരിക്കുന്നത്? ഇങ്ങനെ പോകുന്നതല്ല, ഇങ്ങനെ പോകുന്ന വസ്തുക്കളെയൊക്കെ സർപ്പം എന്നാണ് വിളിക്കുക. സർപ്പബലിയിലെ ഒന്നാമത്തെ മന്ത്രം നമോ അസ്തു സർപ്പേഭ്യോ ഏകേച്ച പൃഥിവി മനു ഏ അന്തരീക്ഷ ദിവിദേവ്യ സർപ്പേഭ്യോ നമ എന്നാണ്. ആകാശത്തിലെ സർപ്പങ്ങൾക്ക് നമസ്കാരം, അന്തരീക്ഷത്തിലെ സർപ്പങ്ങൾക്ക് നമസ്കാരം, വായുവിലെ സർപ്പങ്ങൾക്ക് നമസ്കാരം, സൂര്യനിലെ സർപ്പങ്ങൾക്ക് നമസ്കാരം, ഭൂമിയിലെ സർപ്പങ്ങൾക്ക് നമസ്കാരം. ഭൂമിയിലെ സർപ്പം പാമ്പാണെന്ന് വിചാരിക്കാം. സൂര്യനിലും അന്തരീക്ഷത്തിലും ആകാശത്തിലും എങ്ങനെയാണ് സർപ്പം ഉണ്ടാവുക? വേവ്സിനെയാണ് ഭാരതം സർപ്പം എന്ന് വിളിച്ചത്.